തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടം പോളിംഗ് ആണ്. ഒന്നാം ഘട്ടത്തെ പോളിംഗ് വളരെ സമാധാനപരമായിരുന്നു, അതേസമയം വളരെ സാവധാനമായിരുന്നു. 70% താഴെ ഉള്ളൂ. ഒരുപക്ഷെ അതിനേക്കാൾ കുറെ കൂടി പോളിംഗ് നടക്കാൻ സാധ്യതയുണ്ട്. കാര്യം മലപ്പുറം നന്നായി പോളിംഗ് നടക്കാം, കണ്ണൂരിൽ പോളിംഗ് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പം എല്ലാ ജില്ലകളും എടുക്കുമ്പോൾ നന്നായി പോളിംഗ് നടക്കാം. തൃശ്ശൂർ മുതൽ തൃശ്ശൂർ, പാലക്കാട്, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നൊക്കെ പറയുന്ന ജില്ലകളിൽ നന്നായിട്ട് നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഫീൽഡിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ, തൃശ്ശൂരിലെ കോർപ്പറേഷൻ ഒരുപക്ഷെ UDF പിടിച്ചാൽ അത്ഭുതമില്ല. തൃശ്ശൂർ കോർപ്പറേഷൻ UDF കൊണ്ടുപോകാം. അതുപോലെ തന്നെ കണ്ണൂരിലെ കോർപ്പറേഷൻ ആൾറെഡി UDFൻ്റെ കയ്യിലാണ്, UDF കൊണ്ടുപോകാം. അതുപോലെ കണ്ണൂർ ജില്ലയിലെ പല പഞ്ചായത്തുകളിലും UDFൻ്റെ ഒരു മുന്നേറ്റം കാണിക്കുന്നുണ്ട്. LDFനും ഉണ്ട് പ്രശ്നം. പക്ഷേ എങ്കിൽ പോലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കൊണ്ടുകയറാൻ കഴിയത്തില്ല. 8000-ഓളം സീറ്റുകളിലാണ് അവർ സ്ഥാനാർത്ഥികളെ നിർത്താത്തത്. അതിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഈ വടക്കൻ മലബാർ, പ്രത്യേകിച്ച് മലപ്പുറം, കണ്ണൂർ, കാസർഗോഡൊക്കെ ഒരുപാട് സീറ്റുകളിൽ അവർക്ക് ആളെ നിർത്താൻ കഴിഞ്ഞിട്ടില്ല. അതൊരു വലിയ പ്രശ്നമാണ് BJPക്ക്. പക്ഷേ എന്നാൽ പോലും UDFന് ഒരു അപ്പർ ഹാൻഡ് കിടപ്പുണ്ട്. LDFന് വച്ച് നോക്കുമ്പോൾ ശരിക്കും ചിലപ്പോൾ വോട്ട് കൂടുതൽ, സീറ്റ് കൂടുതൽ LDF പിടിച്ചാലും കഴിഞ്ഞ സീസണുകളിൽ നിന്ന് UDFൻ്റെ നില നന്നായി UDF മെച്ചപ്പെടുത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ആൻറ്റി ഇൻകംബൻസ് ഇല്ല എന്ന് പറഞ്ഞുകൂടാ. ഇവിടെ ഇപ്പം തന്നെ സ്ത്രീകൾ വ്യാപകമായി വോട്ട് ചെയ്യുന്നില്ല. ഇനി ആ ട്രെൻഡ് അങ്ങോട്ട് കാണിക്കുമോ എന്നറിയില്ല. എങ്കിൽ പിന്നെ മറ്റൊരു കേരളമായിരിക്കും ഇനി നാളത്തെ ചരിത്രം എഴുതുന്നത്. കാരണം ഇപ്പം ദിലീപിൻ്റെ കേസായാലും പൊതുബോധം നിൽക്കുന്നത് ദിലീപിനെതിരാണ്. പക്ഷെ അത് പൊതുബോധം വെച്ചിട്ട് കോടതിക്ക് തീരുമാനിക്കാൻ കഴിയില്ല എന്നുള്ളത് വളരെ കറക്റ്റാണ്. പക്ഷേ പൊതുബോധം നിൽക്കുന്നത് ദിലീപിനെതിരാണ്. അതാണ് എൻ്റെ ഒരു സത്യം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഇപ്പം ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ വരുന്ന ജില്ലയാണ് പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫാക്ടറി വരില്ല എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അവിടെ BJPക്ക് അടിയൊഴുക്കുണ്ടാകില്ല എന്ന് പറയാൻ പറ്റില്ല. ശിവരാജൻ ഒരു വഴിക്ക് നിൽക്കുന്നു. RSSൻ്റെ ഈ BJPയുടെ 10-40 വർഷം കണ്ട് കൗൺസിലറായിരുന്ന ശിവരാജൻ ഒരു വഴിക്ക് പോകുന്നു. പ്രമീള ദേവി നേരത്തെ ചെയർപേഴ്സണായിരുന്ന പ്രമീള ദേവി ഒരു വഴിക്ക്, കൃഷ്ണകുമാർ വേറൊരു വഴിക്ക്, അങ്ങനെ പല വഴിക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സന്ദീപ് വാര്യർ എഫക്റ്റ് ഉണ്ടോ? കാര്യം താഴത്തെ തെരഞ്ഞെടുപ്പാണല്ലോ, അപ്പോൾ ഗ്രാസ് റൂട്ട് ലെവൽ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ സന്ദീപ് വാര്യർ ഫാക്ടർ ഉണ്ടോ? അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ പാലക്കാട് നിന്നും വരാനുണ്ട്, വാർത്തകൾ വരാനുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ വളരെ ഗൗരവതരമായൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ അയ്യപ്പൻ്റെ വിഷയം ഇതിനകത്ത് കയറി വന്നിട്ടുണ്ടോ? കാരണം വടക്കൻ മലബാർ പ്രദേശത്തുമൊക്കെ നല്ല വിശ്വാസി സമൂഹം ഉള്ളതാണ്. പാലക്കാടും തൃശ്ശൂരിലുമൊക്കെ നല്ല വിശ്വാസ സമൂഹമുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടി കയറി തിരിഞ്ഞ് അയ്യപ്പനെതിരെ ഉള്ള ഒരു ഈ മോഷണവും കൊള്ളിവയ്പ്പും ഒക്കെ മനസ്സിലാക്കിയിട്ട് ആളുകൾ കൊണ്ട് തിരിയുമോ? അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം കോൺഗ്രസിനാണോ തിരിച്ചടി കിട്ടുന്നത്, CPMനാണോ? ഇതിൻ്റെ ഇടയിൽ കൂടെ നിന്ന് BJP നേട്ടമുണ്ടാക്കുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ പറയുമ്പോഴും ഞാനീ പറഞ്ഞ പോലെ UDFൻ്റെ നില സീരിയസ് ആയിട്ട് മെച്ചപ്പെടുത്തും. അത് എത്ര സീറ്റുകളിലേക്ക് മാറുമെന്ന് നമുക്കറിയില്ല. അപ്പോഴും ഇപ്പം മലപ്പുറം എടുത്തു കഴിഞ്ഞാൽ UDF തന്നെയാണ്. തൃശ്ശൂർ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ രണ്ട് കൂട്ടരും വരാം. അവിടെ BJPക്കും ശക്തമായൊരു സാന്നിധ്യമുണ്ട്. BJP കോർപ്പറേഷൻ പിടിക്കുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് അത്ര കൊണ്ട് സാധ്യത ഉണ്ടോ? നമുക്കത് നോക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഡൗട്ടിലേക്ക് തൽക്കാലം നമുക്കിടാം. പിന്നെ പല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ഒക്കെ കൃത്യമായിട്ട് CPM ആയിരിക്കും. മലപ്പുറം UDF ആയിരിക്കും. തൃശ്ശൂർ, പാലക്കാടും ഒക്കെ UDFനും LDFനും വരാം. രണ്ട് കൂട്ടരോടെ ഭരിച്ചിട്ടുണ്ട്. കാസർഗോഡ് ചിലപ്പോൾ ഒരു തൂക്ക് പാർലമെൻ്റ് ആകാം, തൂക്ക് സഭയാകാം. എന്തായാലും വളരെ ഗൗരവതരമായ ഒരു തിരഞ്ഞെടുപ്പാണ് രണ്ടാം ഘട്ടത്തിൽ നടക്കുന്നത്. ഇന്നിപ്പോൾ ഒരു വൈകുന്നേരം 7 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 6 മണിയാകുമ്പോൾ അറിയാം എത്ര വോട്ടെടുപ്പ് നടന്നു വന്നു. ഇപ്പോൾ എന്തായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു 80% നടക്കേണ്ടതാണ് നാട്ടിൽ. പക്ഷേ വളരെ കുറച്ച് മാത്രമേ ഒന്നാം ഘട്ടത്തിൽ നടന്നിട്ടുള്ളൂ. അതിനേക്കാൾ കവച്ചു വയ്ക്കുമോ, കുറഞ്ഞു പോകുമോ എന്ന് നമുക്ക് പിന്നീട് അറിയാം. നാളെ ബാക്കി വിശകലനമായി നാളെ നമുക്ക് കാണാം.